ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാള് പറഞ്ഞത് പറ ഗോപാലേട്ടാ, എന്താ പറഞ്ഞേ? എനിക്കറിയണം അയാൾ എന്താ പറഞ്ഞെന്ന്. ഒന്ന് പറയേ. വിഷ്ണുവിനെ കൊല്ലൂന്ന് അയാൾ പറഞ്ഞു. ആ പഴയുടെ തവളം എടുത്തനല്ലടാ. ആ അങ്ങനെ തന്നെ അവൻ പറഞ്ഞേ. എന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചെമ്മലി, ചെമ്മലി, എടാ ചെമ്മലി. എന്താ സാറേ? മുതലാളിമാരെയൊക്കെ സാധാരണ ചെമ്പലിയാ പോയി കാണാറുള്ളത്. ഇപ്പോ അവരൊക്കെ എന്നെ തിരക്കി എത്തി തുടങ്ങിയോ? വന്ന് കണ്ട് പറയേണ്ട കാര്യമാകുമ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ അതുള്ളതാ. അല്ല എന്താ കാര്യം? വെട്ടോ ചതവോ അതോ വെള്ളപൂശലോ? ഏതിനും ചെമ്പല് റെഡിയാ. ഇച്ചിരി കാശിന്റെ ആവശ്യമുണ്ടേ. കൊച്ചു നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇത്തിരി കാശ് തടയുന്ന കേസാണെന്ന് പറഞ്ഞു. ഇച്ചിരി അല്ലടാ, അരിസഞ്ചിയിൽ കൊള്ളാവുന്ന അത്രയുണ്ട്. പക്ഷേ കുറച്ച് ദിവസേ അകത്ത് കിടക്കേണ്ടി വരും. അത് കിടക്കാം, കാര്യങ്ങൾ ഓടിയാ മതി. അത് ഞാൻ ഓടിച്ചോളാം, ഭംഗിയായി തന്നെ. ഒരു 6 മാസം കിടന്നാ മതി. അപ്പോഴേക്കും നിന്നെ ഞങ്ങൾ ഇറക്കും. ഇറക്കിയില്ലേലും വേണ്ടില്ല, അതിന്റെ കൂടെ ചേർത്ത് കാശങ്ങ് അക്കൗണ്ടിൽ കിട്ടാ മതി. നമ്മക്ക് ഇവിടെ ആണെങ്കിലും ജയിലിലാണെങ്കിലും മച്ചമ്പി വീട് പോലെയാ. നിന്റെ വീട്ടിലെ മുഴുവൻ ചെലവും നിന്റെ അമ്മയുടെ ചികിത്സാ ചെലവും ഞങ്ങൾ നോക്കും. പിന്നെ നിന്റെ പേരിൽ 10 ലക്ഷം രൂപയും ഡിപ്പോസിറ്റ് ചെയ്യും. അത് അഡ്വാൻസ്, ബാക്കി തുക ഞാൻ പറയാം. അല്ല ആരെയാ കാച്ചേണ്ടെന്ന് പറഞ്ഞില്ല? കാച്ചലൊന്നും നീ നടത്തണ്ട, അതൊക്കെ നടന്നു കഴിഞ്ഞതാ. മനസ്സിലായില്ല? എടാ, ഇത് കളക്ടർ ശാലിവിഷ്ണുവിനെ വെടിവെച്ച കേസാ. ഓ, അതിന്റെ കുറ്റം നീ ഏറ്റെടുക്കണം. അതായത് ഷൂട്ട് ചെയ്തത് നീ. അപ്പോ ആരാന്റെ കൊച്ചിനെ തന്തയാക്കാനുള്ള പുറപ്പാടാണല്ലേ? നാണം കെട്ട ഏർപ്പാടാ. സാരമില്ല, പോട്ടെ. ആട്ടെ, കൊച്ചു ചാവോ? ഇല്ല. ആ അപ്പൊ കൊലക്കുറ്റം ഇല്ല. എങ്കിലും ഇച്ചിരി റിസ്കാ. കളക്ടർ ആയതുകൊണ്ടേ അരിസഞ്ചിയിലല്ല അരിച്ചാക്കിൽ കാശ് തരേണ്ട കേസാ. അതറിയാം. പേടിയുണ്ടോ നിനക്ക്? എന്തിന്? ഇനി ചത്തുപോയാലും അതിന്റെയും കൂടി ചേർത്ത് കാശിന്റെ എണ്ണം ഒന്ന് പേരിപ്പിച്ചാ മതി. ചെമ്പല്ലി ഹാപ്പിയാ. ആ പിന്നെ കീഴടങ്ങിയാലും ഏമാമാര് ഒരുമാതിരി കുഴച്ച ചോദ്യങ്ങൾ ചോദിക്കും. ഉദാഹരണത്തിന് കളക്ടർ എന്തിനാ വെടിവെച്ചെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും? വീട് വെക്കാനുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടാൻ വേണ്ടി നീ കളക്ടറേറ്റ് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. മനസ്സ് ചത്തു. എന്നാ പിന്നെ ഇവരും ചാവട്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചു. എന്താ സംഗതി ഓക്കെ അല്ലേ? തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ? തോക്ക് ഏതെങ്കിലും കാറിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നങ്ങ് പറയണം. കാര്യം കഴിഞ്ഞപ്പോ ഏതെങ്കിലും പാലത്തിൽ നിങ്ങൾ താഴിട്ടു. പിന്നെ തൊണ്ടിയുടെ പിന്നാലെ ഒഴുകി അങ്ങ് പൊക്കോളൂ. തൊണ്ടിയൊക്കെ ഒഴുകില് പോവുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ പോവില്ല. എന്റെ ഒപ്പം തന്നെ എന്നെ ഏൽപ്പിക്കുന്നവരും കാണണം. ഇല്ലെങ്കിൽ ഞാൻ തിരി. നിന്നെ തിരിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാടാ. ഉറപ്പാ? ഉറപ്പ്. എങ്കിൽ സാറന്മാര് വിട്ടോ. ഇക്കാര്യം ചെമ്പല്ലി ഏറ്റു. ഓക്കേ? നീ ഇതെവിടെ പോയതായിരുന്നു? അത് പറയാം. നിങ്ങൾ ഇത് ആരോടും ഒന്നും പറയാതെ എവിടെ പോയതാ? കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ നിങ്ങൾ മാത്രം ഉണ്ടാവൂല. അത് പണ്ടേ അങ്ങനെയാണല്ലോ. അത് ഞാനൊന്ന് പഴനി വരെ പോയതാ. ആ ട്രാവൽസുകാരെ നിർബന്ധിച്ചപ്പോ
എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, അവരിത്തിരി ചില്ലറ തരാന്നും പറഞ്ഞു. അപ്പൊ പിന്നെ പോയിട്ട് വരാന്ന് കരുതി. അതാ നിന്ന നിപ്പിലങ്ങ് പോയത്. അല്ല, നീ ഇതെവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ. ആ അപ്പൊ അകത്തോട്ടൊന്നും കേറിയില്ലേ? ഷാരിയൊന്നും പറഞ്ഞില്ലേ? ഞാൻ അവളെ കണ്ടിട്ട് വേണ്ടേ അവളെന്തെങ്കിലും പറയാൻ? ഞാൻ വന്ന് നിന്നപ്പോഴാ നീ വരണ ഓട്ടോ കണ്ടത്. എന്നാ പിന്നെ ആരാണ് നോക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. അല്ല, നീ പോയ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പറയാൻ പോകുന്നത് നല്ല കാര്യമൊന്നുമല്ല. ശാലിനിക്ക് വെടിയേറ്റു. എപ്പോ? എവിടെ വെച്ച്? പരുത്തിക്കുന്ന് കോളനി എന്ന സ്ഥലം ഒഴിപ്പിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ വെച്ച്. അല്ല, വിഷ്ണു കൂടെ ഉണ്ടായിരുന്നോ? ഇനി അവന് വെച്ച വെടിയെങ്ങാൻ ശാലിനിക്ക് മാറി കൊണ്ടതാണോന്ന് അറിയാനാ. അതെന്താ ഗോപാലേട്ട അങ്ങനെ ചോദിച്ചേ? വിഷ്ണുവിനെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞോ? അല്ല, അങ്ങനൊന്നുമില്ല. എന്നിട്ട് ശാലിനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കൈയുടെ ഉരത്തിനാ വെടിയേറ്റത്. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ മരുമകനെയാണ്. അവനെ ഞാൻ തീർക്കും. ഗോപാലേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? എന്തോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പറ ഗോപാലേട്ടാ, വിഷ്ണുവിന് എന്തെങ്കിലും ആപത്ത് വരുന്ന ആരെങ്കിലും പറഞ്ഞോ? ഏയ്, അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ കുറച്ച് വെള്ളം എടുത്തോണ്ടോ, വല്ലാത്ത ദാഹം. ഗോപാലേട്ട, ഞാൻ ഗോപാലേട്ടനെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നുമല്ല. മനസ്സിൽ എന്തെങ്കിലും കയറിക്കൂടിയ ഗോപാലേട്ടന്റെ മുഖത്ത് അത് കാണാൻ പറ്റും. ഗോപാലേട്ടൻ എന്തോ കാര്യമായിട്ട് അലട്ടുന്നുണ്ട്. അത് വിഷ്ണുവിനെ കുറിച്ചുള്ള ആവലാതിയുമാണ്. പറയാൻ പറ്റുമെങ്കിൽ പറ. നമുക്കൊരു സൂചന നൽകിയിട്ടാണെങ്കിലും വരാൻ പോകുന്ന വലിയ അപകടത്തെ നിന്ന് ഒഴിവാക്കി എടുത്തൂടെ? അത് പിന്നെ ആ നസീറിന്റെ വാപ്പ വല്ലാത്തൊരു ദേഷ്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ അയാൾ ഗുണ്ടകളെ വിട്ട് പിടിച്ചോണ്ട് പോയിരുന്നു. അതിപ്പോ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നീ വെറുതെ ടെൻഷൻ അടിക്കുമല്ലോ എന്ന് കരുതിയാ പറയുന്നത്. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ? അയാള് പറഞ്ഞത് പറ ഗോപാലേട്ട, എന്താ പറഞ്ഞേ? എനിക്കറിയണം അയാൾ എന്താ പറഞ്ഞെന്ന്. ഒന്ന് പറയേ. വിഷ്ണുവിനെ കൊല്ലൂന്ന് അയാൾ പറഞ്ഞത്. ഈശ്വര, അങ്ങനെ നമ്മുടെ ശാലിനിയെ വിധവയാക്കുന്നു.